എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ബുക്ക് റിവ്യൂസിൻ്റെ ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യ കഥകളിൽ നിന്ന് ഫ്രഞ്ച് സാഹിത്യകാരനായ മേപ്പസാനിൻ്റെ ദ ഡെവിൾ അഥവാ പിശാച് എന്ന കഥയാണ്. ഡോക്ടറെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് മരണശയ്യയുടെ കാൽക്കൽ ആ നാടൻ കൃഷിക്കാരൻ അങ്ങനെ നിൽക്കുകയാണ്. കിഴവിയാകട്ടെ വരുന്നത് വരട്ടെ എന്ന മട്ടിൽ ആണുങ്ങൾ രണ്ടുപേരും തമ്മിൽ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ശാന്തയായി കട്ടിലിൽ കിടക്കുന്നു. അവർ മരിക്കാൻ പോവുകയാണ്. ആ വസ്തുത അവർ അംഗീകരിച്ചു കഴിഞ്ഞു. 92 വയസ്സ് പ്രായമായ ആ കിഴവിക്കറിയാം തൻ്റെ സമയം എത്തിപ്പോയിരിക്കുന്നു എന്ന്. ജൂലൈ മാസത്തെ തെളിഞ്ഞ സൂര്യപ്രകാശം തുറന്നു കിടക്കുന്ന വാതിലിലൂടെയും ജനലിലൂടെയും നല്ല കനത്തിൽ വന്ന് വീഴുന്നുണ്ട്. നാട്ടും പുറത്തുകാരായ മനുഷ്യരുടെ 4 തലമുറകൾ നിലം തല്ലിക്കൊണ്ടടിച്ചുറപ്പിച്ചുപയോഗിച്ചതാണ് ആ പരുക്കൻ മൺതളം. സൂര്യപ്രകാശം ആ നിലത്തിന് ഒരു വരണ്ട തിളക്കം നൽകി. ഉച്ചവേൽ തട്ടി പൊരിഞ്ഞ വൈക്കോലിൻ്റെയും ധാന്യത്തിൻ്റെയും ഗന്ധം വഹിച്ചുകൊണ്ട് ചുടുകാറ്റ് വീശി. ചീവീടുകൾ ഉറക്കെ ശബ്ദിച്ച് ആ സ്ഥലമാകെ മുഖരിതമാക്കി. ഉത്സവച്ചന്തയ്ക്ക് പോയി വന്ന കുട്ടികൾ കറക്ക് പാവ കൊണ്ട് കളിക്കുന്ന ഒരു പ്രതീതി. ഡോക്ടർ ശബ്ദം അല്പം ഒന്നുയർത്തിക്കൊണ്ട് പറഞ്ഞു, മിസ്റ്റർ, നിങ്ങൾക്ക് അമ്മയെ ഈ നിലയിൽ തനിയെ വിട്ടിട്ട് പോകാൻ സാധ്യമല്ല. ഏത് നിമിഷത്തിലും അവരുടെ മരണം സംഭവിക്കാം. പക്ഷേ നമ്മുടെ കൃഷിക്കാരൻ അമ്പരന്ന മട്ടിൽ ഇങ്ങനെ ആവർത്തിച്ചതേയുള്ളൂ. എന്നാലും എനിക്കെൻ്റെ ഗോതമ്പ് കറ്റ ഇങ്ങ് എത്തിക്കണമല്ലോ. ഇപ്പോൾ തന്നെ അതവിടെ അധിക സമയം കിടന്നു പോയിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ കാലാവസ്ഥയും നല്ലത്. അമ്മ എന്തു പറയുന്നു? ആസന്ന മരണയായ ആ സ്ത്രീ ഒരു അനുകൂല നോട്ടവും തലയാട്ടലും കൊണ്ട് മകൻ്റെ വാദം ശരിവെച്ചു. ഒരസൽ നോർമൻകാരിയുടെ അത്യാഗ്രഹം എപ്പോഴും മുറ്റിത്തഴച്ചു നിൽക്കുന്ന ആ വല്യമ്മ തൻ്റെ മകൻ ഗോതമ്പ് കറ്റ കൊണ്ടുവരാൻ പോകേണ്ടതാണെന്നും തന്നെ തുണയില്ലാതെ ചാകാൻ വിട്ടേക്കണമെന്നും സമ്മതിച്ചു. പക്ഷേ ഡോക്ടർക്ക് ദേഷ്യം വന്നു. അയാൾ നിലത്ത് ആഞ്ഞു ചവിട്ടിക്കൊണ്ട് അല്പം ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു, താൻ കണ്ണിൽ ചോരയില്ലാത്ത ഒരു മുരട്ട് മൃഗമാണ്. തനിക്കിങ്ങനെ പോകാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നു. അല്ല, നാശം പിടിക്കാൻ ഗോതമ്പ് കറ്റ തനിക്ക് കൊണ്ടുവന്നേ തീരുവെങ്കിൽ തൻ്റെ അമ്മയെ നോക്കാൻ ആ റപ്പേ തള്ളയെ വിളിച്ചാക്കൂ. ഞാൻ നിർബന്ധമായി പറയുന്നു. മനസ്സിലായോ തനിക്ക്? താൻ ഇതനുസരിച്ചില്ലെങ്കിൽ തൻ്റെ ഊഴം വരുമ്പോൾ ഞാൻ തന്നെ ഒരു കിഴട്ട് നായെപ്പോലെ ചാവാൻ വിടും. കേൾക്കുന്നുണ്ടോ? വളരെ തണുപ്പൻ മട്ടുകാരനായ ആ മെല്ലിച്ചു നീണ്ട ഗ്രാമീണൻ നടുവിൽപ്പെട്ട് പുളയുകയായിരുന്നു. ഒരു വശത്ത് ഡോക്ടറെ പറ്റിയുള്ള ഭയം, മറുവശത്ത് പണം ചെലവാക്കുന്നതിനെപ്പറ്റി ഉള്ളിൽ കൊണ്ട മടി. ആകപ്പാടെ ഒന്ന് കണക്കാക്കി നോക്കാൻ അയാൾ കുറച്ച് സമയം അങ്ങനെ നിന്നു. എന്നിട്ട് ഇങ്ങനെ വിക്കി വിക്കി ചോദിച്ചു, ദീനക്കാരെ നോക്കുന്നതിന് റപ്പേത്തള്ള എത്രയാണ് ചാർജ് ചെയ്യാറ്? ഇത് കേട്ട് ഡോക്ടർ അട്ടഹസിച്ചു. എനിക്കതെങ്ങനെ അറിയാം? നാശം, തനിക്ക് എത്ര ദിവസം അവരെ ആവശ്യമുണ്ടതിനെ ആശ്രയിച്ചിരിക്കും അത്. ആ വകയൊക്കെ നിങ്ങൾ തമ്മിൽ ഒതുക്കിക്കൊള്ളണം. പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ ആ സ്ത്രീയെ ഇവിടെ എത്തിക്കണം. അത് നിർബന്ധം. താൻ കേൾക്കുന്നുണ്ടോ? അയാൾ തീരുമാനം ചെയ്തു. ശരി, ഞാൻ പോകാം. പക്ഷേ എന്നെ ഇങ്ങനെ ദേഷ്യപ്പെടരുതേ ഡോക്ടർ. ഡോക്ടർ ഇറങ്ങുമ്പോൾ പറഞ്ഞു, സൂക്ഷിച്ചോളൂ, അതാണ് ഭേദം. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ ഒരുത്തിനെയും ഒരു പുല്ലും ഞാൻ വകവയ്ക്കില്ല. അയാൾ തനിച്ചായപ്പോൾ ഗതികേട് കൊണ്ട് മാത്രം രാജ്യപ്പെട്ടൊരു സ്വരത്തിൽ അമ്മയോട് പറഞ്ഞു, ഞാൻ റപ്പേ തള്ളയെ വിളിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. അല്ലാതെ പറ്റുകയില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. വെറുതെ വെപ്രാളം പിടിക്കരുത്. ഞാൻ വേഗം ഇങ്ങ് വരും. അയാളും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. റപ്പേ തള്ള പ്രായം ചെന്ന ഒരു അലക്കുകാരിയാണ്. അവരാണ് ആ ഗ്രാമത്തിലും തൊട്ടയൽപ്പക്കത്തുമുള്ള മരണപ്രായമുള്ളവരെയെല്ലാം നോക്കുന്നത്. അവർ തൻ്റെ കക്ഷികളെ ഒടുക്കത്തെ തുണിക്കഷ്ണത്തിലാക്കി ചുരുട്ടി തുന്നിക്കൂട്ടിയതിനു ശേഷം നേരെ വീട്ടിൽ ചെന്ന് ജീവനുള്ളവരുടെ തുണി ഇസ്തിരിക്കിട്ട് തുടങ്ങും.
പോയാണ്ടത്തെ ഒരാപ്പിൾ പഴം പോലെ ചുക്കി ചുളുങ്ങിയ ആ കിഴവി ഒന്നാന്തരമൊരു മുൻചുണ്ടിക്കാരിയാണ്. അസൂയയും പിശുക്കും അവരിൽ നിന്ന് പോയതേ ഉള്ളൂ. ലോകത്തിൽ തുണി ഇസ്തിരിക്കിടുന്ന ജോലി നിരന്തരം ചെയ്തുകൊണ്ടാവാം ശരീരം രണ്ടായി ഒടിച്ച് മടക്കിയതുപോലെയാണ് അവരുടെ കൂന്. മരണത്തെപ്പറ്റി അവർക്ക് രസം നിറഞ്ഞ ഒരാവേശം തന്നെയുണ്ടെന്ന് പറയാം. അവരുടെ എപ്പോഴത്തെയും സംഭാഷണം താൻ ദൃക്സാക്ഷിയായിരുന്ന രോഗങ്ങളെയും മരണങ്ങളെയും പറ്റിയാണ്. അവർ കണ്ടിട്ടുള്ള പല മാതിരി മരണങ്ങളെക്കുറിച്ച് അവർ വർണ്ണിക്കും. സൂക്ഷ്മാംശങ്ങളൊന്നും പിഴച്ചു പോകാതെ അവർ കഥ തുടരും. ഷിക്കാരികൾ തങ്ങളുടെ വേട്ടയെപ്പറ്റി പറയുന്ന അതേ രസത്തോടെ. ഒണോറെ ബോത്തംസ് റപ്പേ തള്ളയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ പെൺകുട്ടികളുടെ ഫ്രോക്കിൻ്റെ കോളർ അലക്കി തേക്കാൻ വേണ്ടി നീലം കലക്കുകയായിരുന്നു. അയാൾ അഭിവാദനം ചെയ്തു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. സുഖം തന്നെയാണല്ലോ റപ്പേ തള്ളേ. അവർ തല തിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഹോ, ഒരുവിധം സുഖം. നിങ്ങൾക്കോ? എനിക്കും സുഖം തന്നെ. പക്ഷേ അമ്മയ്ക്ക് സുഖമില്ല. ഹേ, നിങ്ങളുടെ അമ്മയ്ക്കോ? അതെ, എൻ്റെ അമ്മയ്ക്ക്. അവർക്ക് എന്തു പറ്റി? അവർ ചീട്ട് കീറാൻ പോവുകയാണ്. കിഴവി നീലം കലക്കിയ വെള്ളത്തിൽ നിന്ന് കൈയെടുത്തു. വെള്ളത്തുള്ളികൾ അവരുടെ വിരലുകളിൽ നിന്ന് പളുങ്ക് പോലെ ആ തൊട്ടിയിലേക്ക് തന്നെ ഇറ്റി വീണുകൊണ്ടിരുന്നു. അവർ പൊടുന്നനെ സഹതാപപൂർവ്വം ചോദിച്ചു, അത്ര ആസന്നമായിരിക്കുകയാണോ? ഡോക്ടർ പറയുന്നത് വൈകുന്നേരം വരെ കൊണ്ട് എത്തിക്കുകയില്ലെന്നാണ്. അപ്പോൾ തീരെ അവശതയിലാണല്ലോ. ഓണോറെ ഒന്ന് ശങ്കിച്ചു നിന്നു. കൂലി തീർച്ചപ്പെടുത്തുന്ന പ്രശ്നത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുക? അതാണ് പ്രശ്നം. എങ്കിലും മറ്റ് പോംവഴിയൊന്നും കാണാതെ അയാൾ പൊടുന്നനെ ആ വിഷയത്തിലേക്ക് ഒരു കുതി കുതിച്ചു. അപ്പോൾ അമ്മയെ നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് എന്തു വേണം? നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ പണക്കാരൊന്നുമല്ലെന്ന്. എനിക്കൊരു വേലക്കാരിയെ നിർത്താനുള്ള വകയില്ല. അതാണ് അമ്മയ്ക്ക് ഇത്ര വളരെ കിടന്ന് മടുക്കേണ്ടി വന്നതും ഇത്ര ക്ലേശിക്കേണ്ടി വന്നതും. വയസ്സ് 92 അവർ 10 ആളിൻ്റെ പണി ചെയ്യുമായിരുന്നു. ഇപ്പോഴൊന്നും അമ്മാതിരി മനുഷ്യരെ കാണാൻ കിട്ടുകയില്ല. റപ്പേ തള്ള കാര്യമാത്ര പ്രസക്തമായ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു. 2 തരത്തിലാണ് എൻ്റെ ഫീസ്. മാന്യന്മാർക്ക് പകലത്തേക്ക് 2 ഫ്രാങ്ക്സും രാത്രിക്ക് 3 ഫ്രാങ്ക്സും. മറ്റുള്ളവർക്കാണെങ്കിൽ പകലത്തേക്ക് 1 ഫ്രാങ്ക്, രാത്രിക്ക് 2. നിങ്ങൾക്ക് ഞാൻ സാധാരണക്കാരുടെ നിരക്കിന് വരാം. അയാൾ ആലോചനയിൽ മുഴുകി. അയാൾക്ക് തൻ്റെ അമ്മയെ നല്ലവണ്ണം അറിയാം. അവരുടെ ശരീരത്തിൻ്റെ ഈടും ബലവും നല്ല നിശ്ചയമുള്ളതാണ്. അവർ ചിലപ്പോൾ ഒരാഴ്ച പിടിച്ചു നിന്ന് കളയും. ഡോക്ടറുടെ അഭിപ്രായമൊക്കെ അവിടെ കിടക്കും. അയാൾ നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞു. അത് വേണ്ട. അവസാനം വരെ നോക്കിയിരിക്കുന്നതിന് മൊത്തം ഒരു തുക നിശ്ചയിച്ചാൽ മതി. നമുക്ക് 2 പേർക്കും അതൊരു ഭാഗ്യ പരീക്ഷയാണ്. ഡോക്ടർ പറയുന്നത് അവർ ഉടനെ തട്ടിപ്പോകുമെന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് നന്നായി, എനിക്ക് നഷ്ടവും. പക്ഷേ നാളേക്കോ അതിനപ്പുറമോ അവർ പിടിച്ചു നിന്നാൽ ലാഭം എനിക്ക്, നഷ്ടം നിങ്ങൾക്കും. ആ സ്ത്രീ വിസ്മയത്തോടെ അയാളെ നോക്കി. മുമ്പെങ്ങും ഇങ്ങനെ മൊത്തമായി കൂലി പറഞ്ഞ് അവർ ആരെയും നോക്കാനേറ്റിട്ടില്ല. ആദ്യം അവരൊന്ന് സംശയിച്ചു. ഈ ഭാഗ്യപരീക്ഷയിൽ ഒരു രസമുണ്ട്, പക്ഷേ എവിടെയോ ഒരു കുരുക്കില്ലേ? അവർ പറഞ്ഞു. നിങ്ങളുടെ അമ്മയെ കണ്ടാൽ മാത്രമേ എന്തെങ്കിലും നിശ്ചയിക്കാൻ പറ്റൂ. ശരി, എന്നാൽ വരൂ. കിഴവി കൈ തുടച്ചുണക്കി ഉടൻ തന്നെ അയാളുടെ കൂടെ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അവർ ഒന്നും സംസാരിച്ചില്ല. അയാൾ കാല് നീട്ടിവെച്ച് നടന്നു. ഓരോ കാൽവെപ്പിലും ഒരു കൈത്തോട് ചാടി കടക്കുകയാണെന്ന് തോന്നും. കിഴവിയും ചുറുചുറുക്കോടെ പിന്തുടർന്നു. കൊടും വെയിലേറ്റ് തളർന്ന് പുൽത്തകിടിൽ കിടന്നിരുന്ന പശുക്കൾ അലസമായി തല ഉയർത്തി അവരെ നോക്കി. കുറച്ച് പച്ച പുല്ല് കിട്ടിയാൽ കൊള്ളാമെന്ന് അപേക്ഷിക്കുന്ന മട്ടിൽ അവ മെല്ലെ ഒന്ന് അമറി. വീടെടുത്തപ്പോൾ ഓണോറെ ബോംതോസ് സ്വയം മന്ത്രിച്ചു. എല്ലാം കലാശിച്ചോ ആവൂ. അയാളുടെ ഉപബോധ മനസ്സിൽ തങ്ങി നിന്ന പ്രതീക്ഷ ആ ശബ്ദത്തിൽ സ്പഷ്ടമായിരുന്നു. പക്ഷേ കിഴവി മരിച്ചില്ല. പറ്റെ താണ ആ ഉന്തുകട്ടിലിൽ അത്യന്തം ശോഷിച്ച കൈകളെ കിടക്ക വിരിപ്പിൽ നിർജീവമായിട്ടുകൊണ്ട് അവർ അങ്ങനെ കിടക്കുകയാണ്. വാതരോഗം,
കഠിനാധ്വാനം, ഏകദേശം ഒരു നൂറ്റാണ്ടായി ചെയ്തുകൊണ്ടിരിക്കുന്ന പല മാതിരി പണികൾ, ഇവയെല്ലാം കൊണ്ട് ആകെ ചുക്കിച്ചുളുങ്ങി ഞണ്ട് പോലെ ചുരുണ്ടുകൂടി ദുർഭഗമായി തീർന്ന ആ കൈകൾ കാഴ്ചയ്ക്ക് ദയനീയമായിരുന്നു. റപ്പേ തള്ള കിടക്കയുടെ സമീപം ചെന്ന് മരണത്തിൻ്റെ വക്കിലെത്തിയ സ്ത്രീയെ ഒന്ന് നോക്കി കണ്ടു. നാടി പിടിച്ചും നെഞ്ചുകൊട്ടിയും നോക്കി. പിന്നെ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് സംസാരിക്കാനുള്ള അവരുടെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടി അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നെയും ചില നിരീക്ഷണങ്ങൾക്കും കണക്കുകൂട്ടലുകൾക്ക് ശേഷം അവർ മുറി വിട്ട് പുറത്തേക്കിറങ്ങി. പുറകെ ഓണോറും. റപ്പേ തള്ള മനസ്സുകൊണ്ട് ഒക്കെ തിട്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു. കിഴവി രാത്രി വരെ പിടിച്ചു നിൽക്കില്ല, തീർച്ച. അപ്പോൾ ഓണോറെ ചോദിച്ചു. കാവൽക്കാരി തള്ള പറഞ്ഞു, 1-2 ദിവസം കൂടി കിടന്നേക്കും, അല്ലെങ്കിൽ 3. എല്ലാം കൂടി 6 ഫ്രാങ്ക്സിന് ഒതുക്കാം. 6 ഫ്രാങ്ക്സ്? അയാൾ തൊള്ള തുറന്നു. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടഹേ. കഷ്ടിച്ച് 5-6 മണിക്കൂറേ അമ്മ ജീവിച്ചിരിക്കൂ. ഈ വാദപ്രതിവാദം കുറെ നീണ്ടു. 2 പേരും പിടിവാദക്കാർ. ഒടുവിൽ കാവൽക്കാരി തിരിച്ചു പോകുന്ന നാട്യം കാണിച്ചു. സമയം വളരെ നീണ്ടതുകൊണ്ടും ഗോതമ്പ് കറ്റ കൊണ്ടെത്തിക്കാൻ തിടുക്കമായതുകൊണ്ടും അയാൾ അവസാനം സമ്മതിച്ചു. ശരി, 6 ഫ്രാങ്ക്സ് എങ്കിൽ 6 ഫ്രാങ്ക്സ്. ശവം കൊണ്ടുപോകുന്നതുവരെയും സകലതും ഉൾപ്പെടെ. അയാൾ ഗോതമ്പ് കറ്റ കിടക്കുന്ന ദിക്കിലേക്ക് ബഹളത്തിൽ നടന്നുപോയി. കാവൽക്കാരി വീടിനുള്ളിലേക്കും കടന്നുപോയി. കിഴവി പോരുമ്പോൾ തുന്നലിനുള്ള സാധനങ്ങൾ കൂടെ എടുത്തിരുന്നു. അതാണ് അവരുടെ പതിവ്. മരിക്കാറായവരെയും മരിച്ചവരെയും നോക്കിയിരിക്കുന്നതിനിടയിൽ അവർ എന്തെങ്കിലും തുന്നൽ പണി ചെയ്തുകൊണ്ടിരിക്കും. ഒന്നുകിൽ തനിക്ക് വേണ്ടി, അല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടി. വീട്ടുകാർക്ക് വേണ്ടിയാണെങ്കിൽ അതിന് വേറെ കൂലിയുണ്ട്. പെട്ടെന്നവർ ദീനക്കാരിയോട് ചോദിച്ചു, നിങ്ങൾക്ക് അന്ത്യകൂദാശയൊക്കെ കിട്ടിയോ തള്ളേ? കിഴവി ഇല്ലെന്ന് തലയാട്ടി. വലിയ ദൈവവിശ്വാസിയായിരുന്ന റപ്പേ തള്ള ഉടനെ തന്നെ ചാടി എഴുന്നേറ്റു. കർത്താവേ, ഉള്ളതാണോ ഈ പറഞ്ഞത്? എങ്കിൽ ഞാൻ ഉടനെ പോയി പാതിരി അച്ഛനെ വിളിച്ചു കൊണ്ടുവരാം. അവർ ഇറങ്ങി പാതിരിയുടെ വീട്ടിലേക്ക് ഒരൊറ്റ പാച്ചിൽ പാഞ്ഞു. തള്ളയുടെ ഓട്ടം കണ്ട് കവലയിലെ പിള്ളേർ തീർച്ചപ്പെടുത്തി എന്തോ വലിയ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെന്ന്. പാതിരി വേഗം ലോഹ എടുത്തിട്ടുകൊണ്ട് പുറപ്പെട്ടു. ദൈവകാര്യമാണെന്ന് അറിയിക്കാൻ പള്ളിയിലെ പാട്ടുകാരൻ പയ്യനെ കൊണ്ട് മണികിലുക്കി മുൻ നടത്തിച്ചാണ് പാതിരിയുടെ വരവ്. പാടങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പണിക്കാർ തങ്ങളുടെ വൈക്കോൽ തൊപ്പി തലയിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് ലോഹ മറയുന്നതുവരെ നിശ്ചലമായി നിന്നു. ഗോതമ്പ് കതിരി കൊയ്യുന്ന പെണ്ണുങ്ങൾ കുരിശു വരയ്ക്കാനായി നടുനിവർത്തി. നിലം ചിക്കിക്കൊണ്ടിരിക്കുന്ന പിടക്കോഴികൾ ഭയപ്പെട്ട് കുണ്ടുവഴികളിലേക്ക് ഓടിയിറങ്ങി. പരിചിതങ്ങളായ വേലിപ്പഴുതിലൂടെ വേഗം അപ്രത്യക്ഷമായി. ലോഹ കണ്ട് വിളറിയെടുത്ത ഒരു കുതിരക്കുട്ടി കുളംവിട്ട് മാന്തിക്കൊണ്ട് കെട്ടിയിരുന്ന കുറ്റിക്ക് വട്ടമോടി. ചുവന്നുടുപ്പിട്ട പാട്ടുകാരൻ പയ്യൻ വേഗത്തിൽ നടന്നു. ഒരു വശത്തേക്ക് തല ചെരിച്ച് മെല്ലെ ജപിച്ചുകൊണ്ട് പാതിരി പിന്നാലെയും നടന്നു. ഏറ്റവും പിന്നിലായി റപ്പേ തള്ള, മിക്കവാറും 2 മടക്കി ഇപ്പോൾ നമസ്കരിക്കുമെന്ന് തോന്നുന്ന മട്ടിൽ ഭക്തിപൂർവ്വം കൈകൾ തൊഴുത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നു. അവർ കടന്നു പോകുന്നത് ഓണോറെ ഒട്ടു ദൂരെയായി കണ്ടു. നമ്മുടെ പാതിരി എവിടേക്കാണ് പോകുന്നത്? അയാൾ അടുത്തു നിന്ന് ജോലിക്കാരനോട് ചോദിച്ചു. യജമാനേക്കാൾ കാര്യങ്ങൾ അറിയാൻ കഴിവുള്ള വേലക്കാരൻ പറഞ്ഞു, തീർച്ചയായും മാസ്റ്ററുടെ അമ്മയ്ക്ക് അന്ത്യകൂദാശ ചെയ്യാൻ. അങ്ങനെ ചെയ്യാൻ വഴിയുണ്ട്. യാതൊരു അത്ഭുതവും കൂടാതെ യജമാനൻ പറഞ്ഞു. എന്നിട്ടയാൾ ജോലി തുടരുകയും ചെയ്തു. ബോത്തേംസ് വല്യമ്മ കുമ്പസാരം നടത്തി. പവിത്രജലം തെളിച്ച് ആശീർവാദവും നടത്തിയതിനു ശേഷം പാതിരിയച്ചൻ യാത്രയായി. ആ കുടിലിൻ്റെ വീർപ്പ് മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ കിഴവിമാർ രണ്ടും വീണ്ടും തനിച്ചായി. അപ്പോൾ റപ്പേ തള്ള മരണപ്രായയായ ആ സ്ത്രീയെ ഒന്നു നോക്കി. ആ സാധനം വളരെ നേരം പിടിച്ചു കിടക്കുമോ എന്ന അന്തർഗതത്തോടെ. നേരം സന്ധ്യയാകാറായി. അല്പം കൂടി തണുത്തൊരു കാറ്റ് ഉള്ളിലേക്ക് ഊതി കയറിക്കൊണ്ടിരുന്നു. ആ ചുമരിൽ 2 മുള്ളാണി കൊണ്ട് തൂക്കി പിടിപ്പിച്ചിരുന്ന ഒരു വില കുറഞ്ഞ ചായപ്പടം കാറ്റുകൊണ്ട് ചുമരിൽ തല്ലിയലച്ചു.
ഒരിക്കൽ വെള്ളയായിരുന്നെങ്കിലും കാലപ്പഴക്കം കൊണ്ട് പൊടി പറ്റി മഞ്ഞളിച്ചു പോയ ജനാലമറകൾ. ആ കിഴവിയുടെ ആത്മാവിനൊപ്പം രക്ഷപ്പെടാൻ വെമ്പൽ കൊള്ളുന്നതുപോലെ കിടന്നു പിടഞ്ഞു. ജഡം പോലെ നിശ്ചലയായി കണ്ണും തുറന്ന് ആ സ്ത്രീ അങ്ങനെ കിടക്കുകയാണ്. വളരെ സമീപമെത്തിയിട്ടും അമാന്തിച്ചു നിൽക്കുന്ന മരണത്തെ ശാന്തമായി പ്രതീക്ഷിക്കുകയാണെന്ന് തോന്നും. കഫം കെട്ടിയ തൊണ്ടയിൽ കുരുങ്ങിയ അവരുടെ ശ്വാസം ചൂളം വിളി പോലെ ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ആ ശ്വാസം ഇപ്പോൾ നിൽക്കും. ഈ ലോകത്തിൽ ഒരു സ്ത്രീ കുറയും. ആ കുറവ് ആരും ഒരു നഷ്ടമായി കണക്കാക്കുകയുമില്ല. രാത്രിയായപ്പോൾ ഒണോറെ വന്നെത്തി. കിടക്കയുടെ സമീപമെത്തിയപ്പോൾ തൻ്റെ അമ്മ അപ്പോഴും ജീവനോടെ ഇരിക്കുന്നുവെന്ന് അയാൾ കണ്ടു. അവർക്ക് രോഗമുള്ളപ്പോഴൊക്കെ ചോദിക്കാറുള്ള ആ പതിവ് ചോദ്യം അയാൾ അപ്പോഴും ചോദിച്ചു. അമ്മയ്ക്ക് എങ്ങനെയിരിക്കുന്നു? എന്നിട്ട് അയാൾ റപ്പേ തളയെ പറഞ്ഞയച്ചു. പിറ്റേന്ന് കാലത്ത് 5 മണിക്ക് തീർച്ചയായും വരണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട്. അവർ പറഞ്ഞു, ശരി, 5 മണിക്ക്. പിറ്റേന്ന് പ്രഭാതമായിട്ടാണ് തള്ളയെത്തിയത്. ഒണോറെ അപ്പോൾ തന്നെത്താൻ പാകം ചെയ്തുണ്ടാക്കിയ സൂപ്പ് കഴിക്കുകയായിരുന്നു. അത് കഴിച്ചിട്ട് വേണം ജോലിക്ക് പോകാൻ. തള്ള അന്വേഷിച്ചു, എന്താ അമ്മ ചത്തോ? അല്പം കുസൃതി കലർന്ന ഒരു കള്ളച്ചിരിയോടെ ഒണോറെ പറഞ്ഞു, ഇല്ല, അവർക്കൊരൽപ്പം ആശ്വാസമുണ്ടെന്നാ തോന്നുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടയാൾ സ്ഥലം വിട്ടു. അപ്പോഴേക്കും റപ്പേ തള്ള കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ആ സ്ത്രീയുടെ സമീപത്തേക്ക് നീങ്ങി. അവരുടെ രോഗസ്ഥിതിക്കാണെങ്കിൽ ഒരു മാറ്റവുമില്ല. വളരെ വിഷമിച്ച് ശ്വാസം കഴിച്ചുകൊണ്ട് തടി പോലെ അങ്ങനെ കിടക്കുകയാണവർ. തള്ളയ്ക്ക് മനസ്സിലായി, ഈ സ്ഥിതിയിൽ അവർ 2 or 4 ദിവസമോ ചിലപ്പോൾ ഒരാഴ്ച തന്നെയോ കിടന്നുകളയുമെന്ന്. തള്ളയുടെ ദുരമുഴുത്ത ഹൃദയത്തെ ഭയം ഗ്രസിച്ചു തുടങ്ങി. ഇത്തരമൊരു കെണിയിൽ തന്നെ കൊണ്ടു ചാടിച്ച ആ കൗശലക്കാരൻ്റെ നേർക്കും ചാകാൻ കൂട്ടാക്കാത്ത ആ സ്ത്രീയുടെ നേർക്കും അവർക്ക് കോപം തിളച്ചു പൊങ്ങി. ഏതായാലും തള്ള തൻ്റെ ജോലിയിൽ മുറക്കി വ്യാപരിച്ചു. എങ്കിലും നോട്ടം എപ്പോഴും ബോത്തെംസമ്മയുടെ ചുക്കിച്ചുളഞ്ഞ മുഖത്തു തന്നെ. ഒണോറെ ഉച്ചയൂണിൻ്റെ സമയത്തിന് വീട്ടിലെത്തി. ആൾ നല്ല ഉഷാറാണെന്ന് തോന്നി. ബഹു ഉല്ലാസം. ഊണ് കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് പോയി. ഗോതമ്പ് കറ്റ വീട്ടിലെത്തിക്കാനുള്ള സാഹചര്യമൊക്കെ ബേഷായി ഇണക്കിയിട്ടുണ്ട്. റപ്പേ തള്ള കൂടുതൽ പരിഭ്രാന്തിയും വിവശയുമായി. കടന്നു പോകുന്ന ഓരോ നിമിഷവും അപഹരിക്കപ്പെടുകയാണെന്ന് അവർക്ക് തോന്നി. സമയമെന്ന് വെച്ചാൽ പണം തന്നെ. ഈ മർക്കട മുഷ്ടിക്കാരിയായ കിഴവിയെ, ഈ പിടിവാശിക്കാരിയെ എങ്ങനെയെങ്കിലും കഴുത്തിന് പിടിച്ച് ഒരൊറ്റ ഞെക്ക് ഞെക്കിയിട്ട് തൻ്റെ പണവും സമയവും അപഹരിക്കുന്ന ആ നേരിയ ശ്വാസോച്ഛ്വാസത്തെ ശാശ്വതമായി അവസാനിപ്പിക്കാൻ അവർക്ക് ആഗ്രഹം തോന്നി. മൃഗീയമായ ഒരാവേശം. പക്ഷേ അല്പം ആലോചിച്ചപ്പോൾ അത് അപകടമാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് ഒരാശയം ലഭിച്ചതുപോലെ അവർ കിടക്കയുടെ അടുക്കിലേക്ക് ചെന്ന് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ പിശാചിനെ കണ്ടു കഴിഞ്ഞു? ഇല്ല, ബോത്തെംസമ്മ ക്ഷീണസ്വരത്തിൽ മന്ത്രിച്ചു. ഉടൻ തന്നെ കാവൽക്കാരി തള്ള മൃതപ്രായിയായ ആ കിഴവിയുടെ കെടാറായ പ്രജ്ഞയെ ഭയപ്പെടുത്തുമാറ് ഓരോ കഥകൾ പറഞ്ഞു തുടങ്ങി. മരിക്കുന്നതിന് അല്പം മുമ്പ് എല്ലാവർക്കും പിശാചിൻ്റെ ദർശനമുണ്ടാകുമെന്ന് അവർ പറഞ്ഞു കേൾപ്പിച്ചു. കയ്യിലൊരു ചൂലും തലയിലൊരു കമഴ്ത്തിയ കലവുമായിട്ട് അവൻ വന്ന് ഭീകരമായി ആക്രോശിക്കും. ആ ദർശനം കഴിഞ്ഞാൽ പിന്നെ ആരും അധിക നേരം കിടക്കുകയില്ല. 4-5 നിമിഷത്തിനുള്ളിൽ എല്ലാം കഴിയും. അക്കൊല്ലം തൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പിശാചിൻ്റെ ദർശനമുണ്ടായവരുടെ കഥകൾ തള്ള എണ്ണി എണ്ണി പറഞ്ഞു. ജോസഫിൻ, റാത്തിയെ, സോഫിയ, സെറാഫീൻ. കഥ കേട്ട് നല്ല ബോധ്യം വന്ന മട്ടിൽ ബോത്തെംസമ്മ കിടന്ന കിടപ്പിൽ ഒന്നനങ്ങി. എന്നിട്ട് തല തിരിച്ച് മുറിയുടെ പിറകുവശം കാണാൻ ഒരു നല്ല ശ്രമം നടത്തി. പൊടുന്നനെ റപ്പേ തള്ള അപ്രത്യക്ഷയായി. ഷെൽഫിൽ നിന്ന് ഒരു വിരിപ്പെടുത്ത് അവർ ദേഹം മൂടി വെപ്പ് കലമെടുത്ത് മുഖം മൂടുമാറ് തലയിൽ കമിഴ്ത്തി. ആ കലത്തിൻ്റെ ചൂട്ടിലെ 3 വളഞ്ഞ കാലുകൾ 3 വളഞ്ഞ കൊമ്പ് പോലെ പൊന്തി നിന്നു. പിന്നീടവർ വലത്ത് കൈയിൽ ഒരു ചൂലും ഇടത്ത് കൈയിൽ ഒരു പാട്ടയും എടുത്തു പിടിച്ചു.
എന്നിട്ട് ശബ്ദമുണ്ടാക്കാൻ വേണ്ടി ആ പാട്ട വെറുതെ മേലോട്ടെറിഞ്ഞു. അത് തുടിൻ എന്ന ശബ്ദത്തോടെ താഴെ വീണു. പെട്ടെന്ന് അവർ ഒരു കസാര നീക്കിയിട്ട് അതിൻ്റെ പുറത്ത് ചാടിക്കയറി. കിടക്കയുടെ കാൽക്കലുള്ള കർട്ടൻ തുണി മാറ്റി പ്രത്യക്ഷപ്പെട്ടു. കലം കൊണ്ട് മൂടിയ വായിലൂടെ ചില ഭീകര ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും ചില കയ്യും കലാശങ്ങളും കാട്ടിക്കൊണ്ടും കിഴവി പേടിച്ചരണ്ടു പോകുമാറ് ഒരു ചെറിയ കോലം തുള്ളൽ തന്നെ അവിടെ നടത്തി. ഭയം കൊണ്ട് അന്തം വിട്ടുപോയ കിഴവി എഴുന്നേറ്റോടിക്കളയാൻ മനുഷ്യാതീതമായ ഒരു ശ്രമം നടത്തി. ദേഹത്തിൻ്റെ പകുതിയോളം പൊക്കുക തന്നെ ചെയ്തു. എന്നിട്ട് വലിയൊരേങ്ങലോടെ തിരികെ വീണു. അതോടെ എല്ലാം കഴിഞ്ഞു. റപ്പേ തള്ള വളരെ ശാന്തമായി സാധനങ്ങളെല്ലാം തിരികെ വെച്ചു. ഷെൽഫിൻ്റെ മൂലയ്ക്ക് ചൂല്, ഷെൽഫിനകത്തേക്ക് വിരിപ്പ്, അടുപ്പിൻ്റെ പാതകത്തിന്മേൽ കലം, ഷെൽഫിൻ്റെ മുകളിൽ തൊട്ടി, ചുമരിനോട് ചേർത്ത് കസാര, എല്ലാം യഥാസ്ഥാനം വെച്ചു. അതിനുശേഷം അവർ തൻ്റെ തൊഴിലിൻ്റെ പ്രാഗൽഭ്യം മുഴുവൻ കാട്ടിക്കൊണ്ട് ഓരോന്ന് ചെയ്തു തുടങ്ങി. ആദ്യം മരിച്ച സ്ത്രീയുടെ കണ്ണുകൾ കൂട്ടിച്ചേർത്തടച്ചു. പിന്നെ ഒരു പാത്രമെടുത്ത് കട്ടിലിൽ വെച്ച് കുറച്ച് പവിത്രജലം അതിലൊഴിച്ച് ചുമരിൽ തൂക്കിയിട്ടിരുന്ന മരക്കൊമ്പെടുത്ത് അതിൽ മുക്കിത്തെളിച്ച് മുട്ടുകുത്തി മരിച്ചവർക്കായുള്ള സ്തോത്രങ്ങൾ വളരെ ഉള്ളിൽ കൊണ്ട സ്വരത്തിൽ ജപിച്ചു തുടങ്ങി. തൻ്റെ തൊഴിൽ വെച്ച് നടത്താൻ വേണ്ടി ആ വകയൊക്കെ അവർ മനഃപ്പാടമാക്കിയിരുന്നു. ഒണോറെ വീട്ടിൽ വന്നപ്പോൾ കിഴവി പ്രാർത്ഥിക്കുന്നത് കണ്ടു. അയാൾക്കുടനെ മനസ്സിലായി, വലിയമ്മ തൻ്റെ പക്കൽ നിന്ന് 1 ഫ്രാങ്ക് ലാഭമടിക്കുകയാണെന്ന്. എന്തെന്നാൽ 3 പകലും 1 രാത്രി മാത്രമേ അവർ കാവലിരുന്നിട്ടുള്ളൂ. അപ്പോൾ 5 ഫ്രാങ്ക്സായി. എന്നാൽ 6 അയാൾ കരാർ ചെയ്തത്. ദ ഡെവിൾ എന്ന ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.